ഒരിക്കൽ പിണറായി വിജയന്റെ വലങ്കൈയായി മാറി പിണറായി വിജയനുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി തെറ്റിപ്പിരിഞ്ഞ PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുക്കുമ്പോൾ അദ്ദേഹം പറയുന്ന സ്ഥാനാർത്ഥിയെ അവിടെ നിയോഗിക്കാൻ കോൺഗ്രസിന് മനസ്സില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് UDF ഒറ്റക്കെട്ടായി. അൻവറിന് വേണ്ടെങ്കിൽ വേണ്ട, അതിന് പകരം അൻവർ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തും എന്ന് വിചാരിക്കാൻ മാത്രം വിഡ്ഢികളല്ല UDFകാർ എന്ന് ശക്തമായി പറഞ്ഞിരിക്കുകയാണ്. ലീഗുമായിട്ട് വലിയ രീതിയിൽ ചർച്ച നടത്തുന്നുണ്ടെങ്കിലും ലീഗ് ഒരു സാമാന്യ മര്യാദയുടെ പേരിലാണ് അൻവറിനെ സ്വീകരിച്ചത്. അതിൻ്റെ അർത്ഥം അൻവറിനെ വലിയ തോതിൽ അരിയിട്ട് വാഴിക്കുന്നു എന്നതല്ല എന്ന് കൃത്യമായി TK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ തുറന്നടിക്കുമ്പോൾ അൻവർ വെട്ടിലായിരിക്കുകയാണ്. നിലവിൽ തൃണമൂൽ കോൺഗ്രസ് അംഗമായി അദ്ദേഹം എത്തുകയും ഒഴിവരുന്ന രാജ്യസഭാ സീറ്റിൽ ബംഗാളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭാ അംഗമാവുകയും ചെയ്യുന്നതോടുകൂടി അൻവർ ദക്ഷിണേന്ത്യയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കോർഡിനേറ്ററായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഒരു ചലനമുണ്ടാക്കാനും അൻവറിന് സാധിക്കുകയില്ല. കഴിഞ്ഞ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും PV അൻവർ ചില പ്രസ്താവനകൾ നടത്തുകയും ചില പിന്തുണ പ്രഖ്യാപനം ഉൾപ്പെടെ നടത്തുകയും ചെയ്തെങ്കിലും കോൺഗ്രസ് അത് കാര്യമായി ഗൗനിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൃത്യമായും നിരുപാധികമായി കോൺഗ്രസിനെ പിന്തുണച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യും. അത് UDFൻ്റെ ഒരു മര്യാദയാണ്. അതിൻ്റെ പേരിൽ എന്തെങ്കിലും വിലപേശൽ നടത്താം എന്ന് അൻവർ കരുതുന്നുണ്ടെങ്കിൽ തെറ്റ്. താൻ പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ മത്സരിച്ചോട്ടെ. UDF സ്ഥാനാർത്ഥിയാക്കണമോ വേണ്ടയോ എന്ന് മുന്നണി തീരുമാനിക്കും. ആർക്കും ആർക്കെതിരെയും എവിടെയും മത്സരിക്കാം. അതിന് ഇന്ത്യൻ പൗരനായിരുന്നാൽ മാത്രം മതിയാകും. അതാണ് ഇന്ത്യയിലെ നിലവിലെ ഭരണഘടനാ വ്യവസ്ഥ. അതനുസരിച്ച് അൻവറിന് ധർമ്മടത്തായിരുന്നാലോ പരവൂരിലായിരുന്നാലോ എവിടെ വേണമെങ്കിലും മത്സരിക്കാം. അത് അൻവറിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ UDF ടിക്കറ്റിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് അൻവർ അല്ല തീരുമാനിക്കുന്നത് എന്ന് കൃത്യമായി VD സതീശൻ ആഞ്ഞടിച്ചിരിക്കുകയാണ്. VD സതീശനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം നടത്തിയ വ്യക്തിയാണ് PV അൻവർ. മണി ചെയിൻ തട്ടിപ്പിൽ വലിയ രീതിയിൽ VD സതീശന് പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവനകൾ ഇറക്കുകയും 200 കോടിയുടെ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ് ഉണ്ടയില്ല വെടി വെക്കുകയും ചെയ്ത വ്യക്തിയാണ് PV അൻവർ. അങ്ങനെയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചത്, കാടടച്ച് വെടിവെക്കലാണോ താങ്കളുടെ പണിയെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൃത്യമായി ഇരയുണ്ട് എന്ന് മനസ്സിലാക്കി, തോക്കിൽ നിറയുണ്ട് എന്ന് മനസ്സിലാക്കി കൃത്യമായി ഉന്നം പിഴയ്ക്കാതെ നിറയൊഴിക്കലാണ് തൻ്റെ സ്റ്റൈൽ എന്നാണ് PV അൻവർ പറഞ്ഞത്. ഏതായാലും നിറ ഒഴിച്ചത് തനിക്ക് നേരെ തന്നെയെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി വാസ്തവത്തിൽ ഭസ്മാസുരൻ്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സ്വയം ചൂണ്ടി മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു PV അൻവർ.